പറവൂര് MLA ആയിട്ട് 20 കൊല്ലത്തിന് മേലായി. 25 കൊല്ലം. പറവൂരത്തെ വികസനം എന്താണെന്ന് ഇവിടെയുള്ള ജീവിക്കുന്നത് ഞങ്ങൾക്കറിയാം. ഞാനിവിടെ വണ്ടി ഓടിക്കുന്ന ടാക്സി ഡ്രൈവറാണ്. എനിക്കറിയാം പറവൂരുണ്ടായ വികസനം എന്താണെന്ന്. ആ ഒരു മാനസികാവസ്ഥയിലുള്ള ഒരാൾ എങ്ങനെ കേരളത്തിൻ്റെ മൊത്തത്തിൽ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുമെന്നാണ് പറയണത്. അതും കൂടെയുള്ളവരുടെ സപ്പോർട്ടും വേണം. കുതികാലുമായിട്ടുള്ള പാർട്ടിയാണ് കോൺഗ്രസ്. ആ പാർട്ടിയിൽ നിന്ന് എങ്ങനെയാണ് വികസനം പ്രതീക്ഷിക്കുക? ഇപ്പം തന്നെ ഒരു കൊച്ചി കോർപ്പറേഷൻ്റെ ഇത് വന്നപ്പോൾ തന്നെ നിങ്ങൾ കണ്ടതാണ്. മേയർ സ്ഥാനാർത്ഥിയാവാൻ വേണ്ടി ഉണ്ടായ ഒരു മത്സരം. പറവൂര് ഇവിടുത്തെ ചെയർമാൻ അതേപോലുള്ള ആൾക്കാർക്കും തെരഞ്ഞെടുപ്പിന് മത്സരം ഉണ്ടായതാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ വി ഡി സതീശന് ഒറ്റയ്ക്കായിട്ടൊരു തീരുമാനമോ അല്ലെങ്കിൽ ഒരു വികസന പ്രവർത്തനം നടത്താൻ പറ്റുമെന്നുണ്ടെങ്കിൽ പറവൂരിൽ നിന്ന് നല്ലൊരു രീതിയിൽ വികസിക്കേണ്ട ഇത് പുള്ളിക്ക് ഉണ്ടായിരുന്നതാണ്. 25 കൊല്ലത്തോളം MLA ആയിരുന്ന മനുഷ്യനാണ്. എന്നിട്ട് പറവൂരുണ്ടായ വികസനം എന്താണെന്ന് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ഞാൻ അതിനെ ബാക്കി പറഞ്ഞുതരാം. എന്നിട്ടും വീണ്ടും എന്തിനാണ് നിങ്ങൾ ജയിപ്പിക്കുന്ന പുള്ളിനെ? അതാണ് അത് ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറവൂരെ സംബന്ധിച്ചോളം ജാതി സമവാക്യങ്ങൾ ഒരുപാടുണ്ട്. ആ ഒരു പിന്തുണ സതീശന് എല്ലാ കാലത്തും കിട്ടിയിട്ടുണ്ട്. അത് തന്നെയാണ് അതിൻ്റെ മെയിൻ കാരണം.